കൃത്യമായ കൗൺസിലിങ്ങിലൂടെ കഴിഞ്ഞ 15 വർഷത്തോളമായി വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് എന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിലേക്ക് ഒട്ടേറെ പ്രതീക്ഷകളുമായി നടന്നു കയറുന്ന പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഓരോ കുട്ടിയുടെയും പ്രതീക്ഷകൾ മനസ്സിലാക്കുന്ന അവരുടെ മാതാപിതാക്കന്മാരുടെ മനസ്സിനെ അറിയുന്ന ഒരാൾ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഓരോ കുട്ടിയും അവരുടെ മാതാപിതാക്കളും ഈ സ്ഥാപനത്തിന്റെ പടികൾ കയറുന്നത്. ഇന്ന് അത്രമേൽ വിശ്വാസ്യത നേടിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ മേധാവിയായ ശ്രീ മനു മോഹൻ അഭിമാനത്തോടെ AM ന്യൂസ് നെറ്റ്വർക്ക് ഉത്സവരാവിന്റെ സ്നേഹാദരവ്. ശ്രീ മനു മോഹൻ വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ആദരവാണ് അദ്ദേഹത്തിന് AM ന്യൂസ് നെറ്റ്വർക്ക് ഇപ്പോൾ സമ്മാനിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഷ്കർ. +2 ഡിഗ്രിയെ കഴിഞ്ഞ് ഉപരിപഠനത്തിനായുള്ള ശ്രമത്തിലാണോ എങ്കിൽ എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് എന്ന സ്ഥാപനത്തിന് നിങ്ങളെ തീർച്ചയായും സഹായിക്കാൻ കഴിയും. 15 വർഷത്തെ പ്രവർത്തന മികവുള്ള ഈ സ്ഥാപനത്തിന് നിങ്ങളുടെ കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ നേടിക്കൊടുക്കാൻ പ്രാപ്തരാണ്. കുട്ടികളുടെ അഭിരുചി കണ്ടെത്താൻ കൃത്യമായ കൗൺസിലിംഗ് കൂടിയേ തരൂ. അതിനായി ഞങ്ങളുടെ ഉയർന്ന അക്കാദമിക് നിലവാരമുള്ള ഫാക്കൽറ്റീസ് ആണ് ഉള്ളത്. കൗൺസിലിംഗ് 100% സൗജന്യമായിരിക്കും. ഒപ്പം 100% പ്ലേസ്മെന്റും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. 15 വർഷത്തെ സേവന വിജയമുള്ള രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും വിശ്വസ്തത നേടിയ എഡ്യൂ ഫ്യൂച്ചർ പോയിന്റിലേക്ക് ഓരോ രക്ഷിതാക്കളെയും കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് വരൂ, ഭാവി ഭദ്രമാക്കൂ. എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ്, പോയിന്റിംഗ് യുവർ ഫ്യൂച്ചർ. ഹലോ, നമ്മളിന്ന് കാണാൻ പോകുന്നത് അക്കാദമിക് കൗൺസിലിംഗ് രംഗത്ത് 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മിസ്റ്റർ മനു മോഹനുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അദ്ദേഹം എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയാണ്. നമ്മളിപ്പോൾ തീർച്ചയായിട്ടും +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും മിസ്റ്റർ മനു മോഹനെ പോലെയുള്ള ഇത്രയും പ്രവൃത്തി പരിചയമുള്ള 15 വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് എന്നൊരു സ്ഥാപനത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കാൻ കഴിയും. നമ്മളിപ്പോൾ +2 ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഉപരിപഠനത്തിന് പോകുമ്പോൾ നമ്മുടെ അഭിരുചിക്കും നമ്മുടെ കഴിവിനും അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്ട്രീം തിരഞ്ഞെടുക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അപ്പോൾ എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിനും മിസ്റ്റർ മനുമോഹനെ പോലെയുള്ള ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ അക്കാദമിക് ഫാക്കൽറ്റീസിനും ആ ഒരു കാര്യത്തിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഒരു ഗൈഡ് ലൈൻസ് തരാൻ പറ്റും. അപ്പോൾ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഈ ഇന്റർവ്യൂ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് ആ ഇന്റർവ്യൂയിലേക്ക് കിടക്കാം. മികച്ച ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം കുട്ടികളായാലും അവരുടെ പേരൻസ് ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പൊതുവായിട്ട് ഇപ്പൊ ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഇപ്പം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവനായാലും അല്ല അവളായാലും അവന്റെ പേരൻസ് ആയാലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും ആ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും ഈ കോഴ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ഒരുപാട് കോഴ്സുകളെ കുറിച്ച് നമുക്കറിയാം, പേരൻസിനാണെങ്കിലും കൂടുതലായിട്ട് അറിയാം. ഏതാണ് BCom, BA, BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് അങ്ങനെയുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും നമുക്കറിയാം. പക്ഷെ അതല്ലാതെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ ഒരുപാടുണ്ട്. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ലഭിക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആദ്യം അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് വളരെ വിദഗ്ധരായിട്ടുള്ളവരുടെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പറയുന്ന കോഴ്സിന് മികച്ച കോളേജ് സെലക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക. മികച്ച കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട അംഗീകാരങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന കോളേജ് ജസ്റ്റ് ഒന്ന് പോയി കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. ആ കോളേജിൽ മതിയായ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ, ടീച്ചിങ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലേസ്മെന്റ്
ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെന്റ് കിട്ടുന്ന സ്ഥാപനമാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഈ നമ്മുടെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെന്റ് കിട്ടിയേക്കുന്ന സ്റ്റുഡൻസിനെ പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ട് എങ്കിൽ അതുകൂടി ഉപയോഗിക്കുകയാണ് എങ്കിൽ മികച്ച കോഴ്സിന്റെ ഒരു സെലക്ഷൻ എന്നുള്ള രീതിയിലും അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മികച്ച രീതിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് ഒരു വിദ്യാർത്ഥി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് ആ കുട്ടിക്ക് അല്ലെങ്കിൽ പേരൻസിന് എന്തൊക്കെ സേവനങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്? ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച കരിയർ കൗൺസിലിംഗ് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഒരു കരിയർ കൗൺസിലേഴ്സിന്റെ ഒരു ടീം തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ കൗൺസിലേഴ്സ് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യുവാനും കോളേജുകൾ സെലക്ട് ചെയ്യാനും നമ്മൾ ഇവിടുന്ന് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് കേരളത്തിന് ഉള്ളിലും വെളിയിലുമുള്ള മികച്ച കോളേജുകളെ പരിചയപ്പെടുത്തുവാനും ഡയറക്റ്റ് നിങ്ങൾക്ക് ആ കോളേജുകളിൽ പോയി കോളേജുകളിൽ കാണാനും അതിന്റെ ഫെസിലിറ്റീസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുമുള്ള ഒരു സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫീസ് കുറഞ്ഞ രീതിയിൽ നമ്മളിവിടെ കോച്ചിങ് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. പ്ലസ് അതുപോലെ നമ്മുടെ കേരളത്തിന് വെളിയിൽ അല്ല ഇന്ത്യക്ക് വെളിയിൽ എബ്രോഡൊക്കെ താല്പര്യമുള്ള കുട്ടികൾ, എബ്രോഡൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഏതൊക്കെയാണ് മികച്ച കോളേജുകളിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ പ്രൊസീജിയേഴ്സ് ഇവിടുന്ന് തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപരിപഠനം കഴിഞ്ഞ ഒരു കുട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവൻ മറ്റു കാര്യങ്ങൾ, അവന്റെ പേരൻസ് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് ആള് ആ കോഴ്സിന് എലിജിബിൾ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബാക്കി എല്ലാ മൂവ്മെന്റ്സും എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് നടപ്പിലാക്കി കൊടുക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും. ഒരു സ്റ്റുഡന്റിന് കേരളത്തിനുള്ളിലും വെളിയിലും ഉള്ള കോഴ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോളേജുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കോളേജുകളിൽ എങ്ങനെ അഡ്മിഷൻ ലഭിക്കാമെന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈവൻ എബ്രോഡ് ആണെങ്കിൽ തന്നെ എബ്രോഡ് നമ്മൾ അഡ്മിഷൻ റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ തന്നെ അക്കോമഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആളുടെ പേരൻസ് ഒരു കൺസൾട്ടൻസിയെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും? നമ്മുടെ നാട്ടിൽ ഒരുപാട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളുണ്ട്. അതായത് 1 വർഷമായിട്ടുള്ള കൺസൾട്ടൻസികളുണ്ട്, 5 വർഷമായിട്ടുള്ള കൺസൾട്ടൻസികളുണ്ട്, അതുപോലെ തന്നെ സീസണൽ ഏജന്റുമാരുണ്ട്. അങ്ങനെ ഒരുപാട് രീതികളിൽ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന സോഴ്സുകളുണ്ട്. അപ്പൊ അതിൽ ട്രസ്റ്റ് ചെയ്യുന്ന രജിസ്റ്റേർഡ് ഓഫീസുകൾ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവിടുന്ന് മാത്രം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം പൊതുവെ നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നത് സീസണൽ ഏജന്റുമാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും ഈ സീസൺ ടൈമിൽ. അതായത് മാർച്ച് കഴിഞ്ഞതിന് ശേഷം +2 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്റെ വീടുകളിലൂടെ ഈ സീസണൽ ഏജന്റുമാരെത്തുകയും അവര് പല കോളേജിന്റെ വക്താക്കളാണെന്ന് പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ പല കൺസൾട്ടൻസികളുടെയും വക്താക്കളാണ് എന്ന് പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ അവര് മോഹന വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുകയും അത് പിന്നീട് കുറെ നാൾ കഴിയുമ്പം ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യം രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും അവരുടെ ജസ്റ്റ് എങ്ങനെയാണ് ഇവരെ പരിചയമെന്ന് രക്ഷിതാക്കളോടും സ്റ്റുഡൻസിനോടും ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ വന്നിരുന്നു എന്നുള്ള ഒരു രീതിയാണ് ഇവർ പറയുന്നത്. പക്ഷേ ആ വീട്ടിൽ വന്ന ആളുടെ ഫോണ് ഏകദേശം ഒരു 6 മാസക്കാലം മാത്രമേ അത് വർക്കിംഗ് ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും. പിന്നീട് വേറെ ഒരു കാര്യങ്ങൾക്കും ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ നിന്ന് മാത്രം അഡ്മിഷൻ എടുക്കുക. പിന്നെ കേരളത്തിന് വെളിയിലുള്ള പല കോളേജുകളുടെയും റെപ്രസെന്റേറ്റീവ്സ് ആണെന്ന വ്യാജേന നമ്മുടെ വീടുകളിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എന്റർടൈൻ ചെയ്യാതെ ഇരിക്കുക. എഡ്യൂ ഫ്യൂച്ചർ പോയിന്റിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ആരും തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് വരില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ രജിസ്ട്രേർഡ് ഓഫീസുകളുള്ള ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേർഡ് ഓഫീസുകളുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇപ്പൊ ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയാലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ആയാലും എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് എന്ന സ്ഥാപനത്തിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓഫർ ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്?
നമ്മൾ ഇവിടുന്ന് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് മികച്ച രീതിയിലുള്ള കരിയർ കൗൺസിലിംഗ് കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി വിദഗ്ധരായിട്ടുള്ള ഒരു കരിയർ കൗൺസിലേഴ്സിന്റെ ഒരു ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻസിനും പേരൻസിനും മികച്ച രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ലഭിക്കുന്നുണ്ട്, മികച്ച രീതിയിലുള്ള അഡ്മിഷൻ അസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. അതായത് ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നു, ആ കോഴ്സിന് പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുന്നു. സപ്പോസ് ഏതെങ്കിലും മികച്ച കോളേജുകൾ ഇവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ പഠിക്കുമ്പോൾ മുതൽ അതല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ മുതൽക്ക് പാസ് ഔട്ട് ആവുന്നോടം വരെയുള്ള എല്ലാവിധ അസിസ്റ്റൻസും ഇതിനോടിടയ്ക്ക് ഈ 4 വർഷത്തെ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷവും നമ്മുടേതായിട്ടുള്ള അസിസ്റ്റൻസ് ഇവർക്ക് ലഭിക്കും. അത് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. ഈ പറയുന്ന പോലെ മികച്ച കോളേജുകളിലായിരിക്കും നമ്മൾ അഡ്മിഷൻസിന്റെ അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കുക. പ്ലസ് അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമുകളുടെ കാര്യത്തിൽ എൻട്രൻസ് കോച്ചിങ് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ്. എൻട്രൻസ് കോച്ചിങ് ഈ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ചില മത്സര പരീക്ഷകൾ ഒരുപാടുണ്ടാവും, അവർക്ക് ഈ പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൊടുക്കുകയും നല്ലൊരു കോച്ചിങ് കിട്ടാനും അവർക്ക് നമ്മൾ വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പ്ലസ് അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലേക്കാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത് എങ്കിൽ എയർപോർട്ട് പിക്കപ്പ് അടക്കം അല്ലെങ്കിൽ അക്കോമഡേഷൻ അസിസ്റ്റൻസ് അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ബാങ്ക് ലോണിന് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബാങ്ക് ലോണിനുള്ള എല്ലാവിധ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ബാങ്ക് ലോൺ എടുക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള എന്തൊക്കെ പേപ്പേഴ്സാണ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്റ്റുഡൻസിനും പേരൻസിനും പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വിദ്യാർത്ഥി ഇവിടെ പഠിക്കാനായിട്ട് തുടർ പഠനത്തിനായിട്ട് ഇവിടെ വന്ന് സമീപിച്ചു കഴിഞ്ഞാൽ, എഡ്യൂ ഫ്യൂച്ചർ പോയിന്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വന്ന് സമീപിച്ചാൽ കഴിഞ്ഞാൽ ബാക്കി അവന്റെ പഠിക്കാൻ വേണ്ട എല്ലാ 100% കാര്യങ്ങളും ഇവിടെ വന്ന് ഫോളോ അപ്പ് ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ മുതൽക്ക്, അതായത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മുതൽക്ക് ആ സ്റ്റുഡന്റ് പാസ് ഔട്ട് ആവുന്നോടം വരെയുള്ള സർവീസിംഗ് എല്ലാം എഡ്യൂ ഫ്യൂച്ചർ പോയിന്റിൽ നിന്ന് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവിടെ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന ഓരോ സ്റ്റുഡന്റിനും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു സേവനം നൽകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിന് സേവനത്തിനുള്ള ഫീസ് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ സമീപിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പേരൻസിൽ നിന്നായാലും നിങ്ങൾ സ്വരൂപിക്കുന്നത്? അതാണ് ഏറ്റവും മികച്ച ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളത്. മറ്റുള്ള എല്ലാ കൺസൾട്ടൻസികളും അവരുടെ സർവീസ് ചാർജ് എന്നുള്ള ഒരു എമൗണ്ട് ഈടാക്കുകയും സ്റ്റുഡന്റിന്റെ ഭാഗത്തുനിന്ന് അത് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നല്ല ഈ സർവീസ് ചാർജ് കളക്ട് ചെയ്യുന്നത്, അത് കോളേജുകളുടെ ഇൻസെന്റീവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞങ്ങൾ കളക്ട് ചെയ്യാറുള്ളത്. സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് കോളേജ് ഫീസ് സ്റ്റുഡന്റിന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കോളേജ് അക്കൗണ്ടിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്ലസ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് പുതിയ ഒരു അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വേറൊരു എമൗണ്ട് ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല. അതാണ് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഓക്കെ. അപ്പൊ ഒരു സ്റ്റുഡന്റ് ഇവിടെ വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവന്റെ കൗൺസിലിംഗ് നൽകുക? അവനൊരു കോഴ്സിന് യോഗ്യനാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഇതിലൂടെ ആയിരിക്കും അവൻ കടന്നു പോവുക? എന്തൊക്കെ കൗൺസിലിംഗിലൂടെ ആയിരിക്കും അവൻ കടന്നു പോവുക? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വിദഗ്ധരായ കരിയർ കൗൺസിലേഴ്സിന്റെ ഒരു സേവനം ഇവിടെ ലഭ്യമാണ്. അത് വർഷങ്ങളായിട്ട് ലഭ്യമാണ്. അപ്പോൾ അവരുടെ ഒരു അരമണിക്കൂറാണ് ഇവർക്കൊരു ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈം സ്റ്റുഡന്റിനും പേരന്റിനും അവരുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യാനും അവർക്ക് ഏത് സബ്ജക്റ്റിനാണ് മാർക്ക് കൂടുതലായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സ്കോറുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ എഞ്ചിനീയറിംഗിനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ചിലപ്പോൾ ഫിസിക്സിനും മാത്സിനും മാർക്ക് കുറവായിരിക്കാം. പക്ഷെ അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയർ ആകുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷെ അവരെ കൊണ്ട് യാതൊരു കാരണവശാലും ഈ പറയുന്ന എഞ്ചിനീയറിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഫിസിക്സും മാത്സുമാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അധികം അതിന് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സ്റ്റുഡന്റിനും പേരന്റിനും നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആയിരിക്കും നമ്മൾ ഇവിടെ സ്റ്റുഡൻസിനും പേരൻസിനും കൊടുക്കുക. സ്റ്റുഡന്റ് ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നത് പോലെ തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ പേരന്റും ഈ കോഴ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ കൗൺസിലേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഈ കോഴ്സിനെ കുറിച്ച് കോളേജിനെ കുറിച്ച് എല്ലാം വളരെ വ്യക്തമായി അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ സ്റ്റുഡന്റും ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആ കൗൺസിലിംഗ് കൊടുക്കുന്ന അക്കാദമിക് അതിന്റെ ഫാക്കൽറ്റിയിലെ ഒരു അക്കാദമിക് ലെവൽ കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ലെവലിലുള്ള ഫാക്കൽറ്റീസ് ആണ് ഇപ്പൊ ഇവിടെ സ്റ്റുഡൻസിന് ഇവിടെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്?
പൊതുവെ ടീച്ചിങ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള വളരെ 27 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പലരുമാണ് ഇവിടെ കൗൺസിലേഴ്സിന്റെ ഞാൻ പറഞ്ഞ മികച്ച രീതിയിലുള്ള ഒരു കൗൺസിലേഴ്സിന്റെ ഗ്രൂപ്പ് തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ നല്ലൊരു അക്കാദമിക് ലെവലുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെച്ചോ. അപ്പൊ അവന് പഠിക്കാനായിട്ട് ഒരു പണം, അത് ഫീസ് അടയ്ക്കാനുള്ള ഒരു അത്രയ്ക്ക് പൈസ ഇല്ല. പക്ഷെ അക്കാദമിക് ലെവലിൽ അവന് നല്ല ക്വാളിഫിക്കേഷൻ, അതായത് നല്ല പേഴ്സൻറ്റേജ് വാങ്ങിയിട്ടായിരിക്കും അവൻ പാസ്സായിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെ ഒരു വിദ്യാർത്ഥി ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ആണല്ലോ. അപ്പോ ആ സ്കോളർഷിപ്പിനുള്ള ഓപ്ഷൻ എല്ലാം തന്നെ ഇവിടെ നിന്ന് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും അല്ലേ? ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡന്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പിനും എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും അങ്ങനെ ആണെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിന് അപ്ലൈ ചെയ്യിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ബാങ്ക് ലോണിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. എഡ്യൂക്കേഷൻ ബാങ്ക് ലോണിന് ഈ പറയുന്ന പോലെ അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും അതിനുള്ള അസിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരു വിദ്യാർത്ഥി ആയാലും പേരൻസ് ആയാലും കുറെ ഇതിന് പിന്നെ നടന്ന് അവിടെ അപ്ഡേറ്റ് ചെയ്യുക, അപ്ലോഡിങ് ചെയ്യുക, അതിന്റെ കുറെ നൂലാമാലകളുണ്ടല്ലോ. അപ്പൊ അവരതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇവിടുത്തെ അതിന് വില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു ടീം തന്നെ ഇവിടെ നമ്മുടെ ഫ്യൂച്ചർ പോയിന്റിലുണ്ട് എന്നാണ് സാർ പറയുന്നത് അല്ലേ? അതെ. അതായത് ഒരു സ്റ്റുഡന്റ് കരിയർ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നത് മുതൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നു, ഒരു കോളേജ് ചൂസ് ചെയ്യുന്നു, ആ കോളേജ് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പാസ് ഔട്ട് ആവുന്നോടം വരെ നമ്മുടേതായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്യൂച്ചർ പോയിന്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു വളർച്ചയുടെ ഏറ്റവും മികച്ച ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അസിസ്റ്റൻസ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ മുതൽക്ക് 4 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് അഡ്മിഷൻ എടുക്കുമ്പോൾ ആ സ്റ്റുഡന്റും പാരന്റും തമ്മിൽ ഞങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവും. അവർ തന്നെയാണ് ഞങ്ങൾക്ക് വേറെയും സ്റ്റുഡൻസിനെ ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതും. അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെയർ ഓഫിലുള്ള അഡ്മിഷൻസ് കൂടുന്നതിനനുസരിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സീറ്റ്സ് വരാനുള്ള ഏറ്റവും മികച്ച ഒരു കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും 15 വർഷത്തോളമായിട്ട് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ പോയിന്റ് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോഴും പേരൻസിലായാലും കുട്ടികൾക്കായാലും ഫേവറേറ്റ് ആയിട്ട് പ്രിയപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് മാറിയത് നമ്മുടെ ആ ഉത്തരവാദിത്വവും, സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവും അതിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും അതിനുവേണ്ടിയുള്ള നല്ല ഒരു ടീമും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ ഇങ്ങനെ ഒരു സക്സസിന് കാരണം അല്ലെ? കേരളത്തിനുള്ളിലും വെളിയിലും ആണെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവിടെ ആ സ്റ്റുഡന്റിന് അതിന് വേണ്ട എല്ലാവിധ അസിസ്റ്റൻസും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടീമിനെ തന്നെ ഞങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും രക്ഷിതാക്കൾക്കും സ്റ്റുഡൻസിനും അവരെ കോണ്ടാക്ട് ചെയ്യാനും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടീം തന്നെ ഈ സ്റ്റുഡന്റിന് 4 വർഷവും ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ പ്രത്യേകത. ഓക്കെ. അപ്പം ഒരു സ്റ്റുഡന്റ് ആയാലും ഒരു പേരന്റ് ആയാലും പ്രതീക്ഷയോടെ ഈ സ്ഥാപനത്തിലേക്ക് ചുവടുവെച്ച് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ കരിയറിൽ അവൻ എവിടെയെങ്കിലും ആക്കിയതിന് ശേഷം മാത്രമേ ഈ സ്ഥാപനം പിന്നോട്ട് കാലുവെക്കൂ എന്നാണ് സാർ പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും. അതാണ് ഈ 15 വർഷക്കാലം നമുക്ക് നമ്മുടെ ഈ രക്ഷിതാക്കളും സ്റ്റുഡൻസും തരുന്ന വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയും അവന്റെ പേരൻസും ഒക്കെ നമ്മുടെ ഫ്യൂച്ചർ പോയിന്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ രക്ഷിതാക്കളെയും കൂട്ടി ഡയറക്റ്റ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം ഏറ്റവും നല്ലത്. നമ്മുടെ ഓഫീസിൽ ഒരു 30 മിനിറ്റ്സ് ഉള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൺഡേ ടു സൺഡേ ഇൻക്ലൂഡിങ് സൺഡേയും നമ്മൾ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ ഒരു രക്ഷിതാവിനെയും കൂട്ടി ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മികച്ച എല്ലാ കോഴ്സുകളെ കുറിച്ച് അറിയാനും മികച്ച എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ച് കേരളത്തിനുള്ളിലും വെളിയിലുമുള്ള എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനും അവിടുത്തെ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ബാങ്ക് ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു അരമണിക്കൂറുള്ള ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടോ
ചെയ്തിട്ടുണ്ടാവും, ഒരു കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു കോളേജിന് വേണ്ട എന്തൊക്കെ അഫിലിയേഷൻസ് ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാ മികച്ച കോഴ്സുകൾക്കും അഡ്മിഷൻ എടുക്കുവാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ആഴ്ചയിൽ മുഴുവൻ ഞായറാഴ്ച ഉൾപ്പെടെ നമുക്ക് ഓഫീസിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓഫീസിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടുകളിലൂടെ ആരും തന്നെ വരികയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ വരികയും ചെയ്യാം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 15 വർഷമായിട്ട് വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് നൽകുന്നതിൽ വളരെ വിജയകരമായിട്ട് പ്രവർത്തനം നടത്തി വരുന്ന ഈ എഡ്യൂ ഫ്യൂച്ചർ പോയിന്റ് എന്ന സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയിൽ സാറിന് എന്താണ് പേരൻസിനോട് പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത്, ഒരു സ്റ്റുഡന്റ് +2 ആകട്ടെ, അത് ഡിഗ്രി ആകട്ടെ, ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടത് പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകൾക്ക് ഉപരി അവരുടെ അഭിരുചിക്കനുസരിച്ച് ഏതെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളുടെയും കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ കേവലം ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് മാത്രമല്ല ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന, അവരുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് നിർണ്ണയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കോഴ്സ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ കീഴിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഉചിതം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിൽ ഈ പറയുന്ന കരിയർ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തികച്ചും ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും രക്ഷിതാവിനെ സ്റ്റുഡൻറ്റിനെയും കൂട്ടി നമുക്കിവിടെ വരാൻ വേണ്ടി സാധിക്കും. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കരിയർ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. 9 മണി മുതൽ 5 മണി വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം, ഇൻക്ലൂഡിങ് സൺഡേ. ആ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി സാധിക്കും. എന്തായാലും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റുഡൻസിന് എന്തൊക്കെ, നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാമെന്നതിനെക്കുറിച്ച് അറിയുന്നതിനുപരി ബാക്കിയുള്ള അവൻ്റെ ഒരു ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ഒരു അരമണിക്കൂറായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റ് ആണ് എങ്കിൽ, ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം. ആ കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അവരോടൊപ്പം നിങ്ങൾക്ക് മികച്ച രീതിയിൽ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഇപ്പം ഒരുപാട് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാം.